വിഷുഫലം 2026 അശ്വതി നാളുകാരുടെ ഫലമാണ് നമ്മളിവിടെ പ്രവചിക്കുന്നത്. ഈ വിഷുകാലം, അതായത് ഈ 2026 അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല മഹാഭാഗ്യവും അത്ഭുതകരമായ മാറ്റങ്ങളുമാണ് സംഭവിക്കാൻ പോകുന്നത്. അശ്വതി നാളുകാരുടെ ഏറ്റവും നല്ല ഗുണഫലങ്ങളാണ് ഈ 2026 അവർക്ക് ലഭിക്കാൻ പോകുന്നത്. നല്ല അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സുഖം, സന്തോഷം, ഐശ്വര്യം എല്ലാം വന്നു ചേരും. നല്ല നല്ല ഫലങ്ങൾ സിദ്ധിക്കുന്നതിന് വേണ്ടി നമ്മൾ ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ല ഫലങ്ങളും ചീത്തയായ സമയങ്ങളും ദോഷങ്ങളുമൊക്കെ മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു വഴികാട്ടി. അതുകൊണ്ട് നമ്മുടെ നല്ല ഫലങ്ങൾ കൂടുതൽ നല്ലതായി മാറുന്നതിന് വേണ്ടിയും ചീത്ത കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയും നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഈ വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യണം. ജ്യോതിഷ ഫലപ്രവചനം മൊത്തത്തിലും അത് ഒരേ കണക്ക് സത്യമാവണമെന്നില്ല. അശ്വതി നാളുകാർക്ക് അശ്വതിയിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ജനന സമയത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ കുറച്ചൊക്കെ ഉണ്ടാവാം. അശ്വതി നാളുകാർക്ക് നല്ല ഭാഗ്യവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. 2026 വിഷു ഈ നാളുകാർക്ക് കോടീശ്വര യോഗത്തിലേക്ക് എത്തിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളെല്ലാം മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി നാളുകാരുടെ 2026. ഈ വിഷു ഈ നാളുകാരുടെ ജാതകത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നു. കടങ്ങൾ തീർക്കാൻ സാധിക്കുന്നു. വലിയ നല്ല നിലയിൽ ജീവിക്കാനുള്ള ഒരു യോഗം ഉണ്ടാകാൻ പോകുന്നു. വീട്, വസ്തുവകകൾ വാങ്ങാനുള്ള യോഗം തെളിയുന്നു. ഈ നാളുകാർക്ക് ആയുരാരോഗ്യ സൗഖ്യം ഈ വർഷം വളരെ കൂടുതൽ ഉണ്ടാകും. മംഗല്യ സൗഭാഗ്യം ഉണ്ടാവും. ഒരുപാട് സങ്കടങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സമയം കൂടിയാണ് ഇത് ഇനി വരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ജീവിത വിജയം കൈവരിക്കാൻ പോകുന്ന കോടീശ്വര യോഗത്തിന് ഭാഗ്യം ലഭിക്കുന്ന സമയമാണ് ഇനി ഒരു വർഷക്കാലം. നിലവിൽ ശുക്രൻ 1-ാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. പുതിയ വീട് വയ്ക്കാനും വാഹനം വാങ്ങാനും സാധിക്കും. കുടുംബസ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യവസായ രംഗത്തുള്ളവർക്ക് വലിയ പുരോഗതിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ കാര്യങ്ങൾ ചിന്തിച്ചുറപ്പിച്ച് പ്രവർത്തിക്കാൻ ഈ നാളുകാർ ശ്രദ്ധിക്കണം. ജൂൺ മാസത്തിന് ശേഷം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല പുരോഗതിയും ലാഭവും ഉണ്ടാകും. ജൂലൈ മുതൽ വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. ഈ വർഷം പകുതിയോടുകൂടി ശത്രുക്കളൊക്കെ പതിയെ ഇല്ലാതാകും. ഈ വർഷം കൂടുതലും മനസ്സമാധാനവും നല്ല ഭാഗ്യവും ഇവർക്കുണ്ടാകും. ഇവർക്ക് 7.5 ശനി കാലഘട്ടം ആയതിനാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയുള്ളവർക്ക് ജോലിയിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് 2026. കർമ്മ മേഖലയിൽ വളരെയധികം വലിയ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉണ്ടായിരുന്ന അലസതയെല്ലാം മാറി പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. സന്താന ഭാഗ്യം ലഭിക്കും. പുതിയ സംരംഭം നടത്തുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ രംഗത്ത് പ്രമോഷൻ, ഉയർച്ച എന്നിവയുണ്ടാകും. പഠനത്തിൽ മികവ്, ഉപരിപഠനത്തിന് സാധ്യത, വിദേശത്ത് പോകാനുള്ള സാധ്യത എല്ലാം ലഭിക്കുന്ന ഒരു വർഷമാണിത്. കർമ്മകാരകനായ വ്യാഴം 3-ലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മ മേഖലയിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാകും. അഭിവൃദ്ധിയും ഉണ്ടാകും. വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നു. കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളതയും ഐക്യവും ഉണ്ടാകും. ഭാഗ്യം വളരെയധികം കടാക്ഷിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടും.
നിലവിൽ മക്കളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഏത് കാര്യം ചെയ്യുന്നതിനും മുന്നോട്ടുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടുന്ന സമയമാണിത്. ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറാൻ തുടങ്ങും ഈ വർഷം. ഇവിടെ പറയുന്ന രാശിഫലം പൊതുവായുള്ളതാണ്. ഓരോരുത്തരുടെയും ജനന സമയത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എല്ലാവരും അർഹമായ ഫലം ലഭിക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും നമ്മൾ ഫലത്തിനനുസരിച്ച് ആവശ്യമായ പൂജാതി കർമ്മങ്ങളും അമ്പലത്തിൽ വഴിപാടുകളും നടത്തി പ്രാർത്ഥനയും ചെയ്യണം.